السلام عليكم ورحمة الله وبركاته. إن الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد. ഏറെ സ്നേഹാദരണീയരായ രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട വിർച്വൽ ഓൺലൈനിൻ്റെ അധ്യാപികമാരെ, പ്രിയപ്പെട്ട കുട്ടികളെ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ഏറെ സ്നേഹധന്യരായ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ثم جعلناك على شريعة من الأمر فاتبعها ولا تتبع أهواء الذين لا يعلمون. وقال حبيبنا ونبينا محمد صلى الله عليه وسلم: تركت فيكم أمرين لن تضلوا ما تمسكتم بهما كتاب الله وسنة رسوله أو كما قال صلى الله عليه وسلم. പടച്ച റബ്ബ് നമ്മുടെ ഈ ഒരു അനുഗ്രഹീത വേദിയെ പൂർണ്ണാർത്ഥത്തിൽ സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ ഏറ്റവും ശ്രേഷ്ഠരായ മലായിക്കത്തുകളെ കൊണ്ട് ചുറ്റപ്പെട്ടിരിക്കുന്ന ഈ സദസ്സിൽ വളരെ കൺകുളിർമ നൽകുന്ന ഖുർറത്ത് അഅ്യുൻ നൽകപ്പെടുന്ന മക്കൾ, പരിശുദ്ധ ഖുർആൻ്റെ വചനങ്ങൾ ഈ വിർച്വൽ ഓൺലൈനിൻ്റെ നാദിറത്തുൽ ഖുർആൻ 5ാമത്തെ സെഷനാണ് ഇവിടെ ഇന്ന് പൂർത്തീകരിച്ച് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഈ പൂമുട്ടുകൾ. ഇസ്ലാമിനെക്കുറിച്ച് പൊതുവേ ഒരു ഭീതി വളർത്തുന്നൊരു കാലം. എൻ്റെ മുന്നേ സംസാരിച്ച ബഹുമാന്യയായ ഷബ്ന മാലിം നിങ്ങളോട് അതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞു. ഭീതിതമായ അന്തരീക്ഷത്തിൽ പരിശുദ്ധ ഇസ്ലാമിനെയും ഈ ശരീഅത്തിനെയും ഇതിൻ്റെ വാഹകരായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ചിത്രീകരിക്കപ്പെടുന്നൊരു കാലം. വർഷങ്ങൾക്ക് മുമ്പ് ഹോളണ്ടിലെ പാർലമെൻറ്റിൽ, ഡെൻമാർക്കിലെ പാർലമെൻറ്റിൽ ഡച്ച് കാരനായ ഒരു മനുഷ്യൻ അവിടെ വെച്ച് പ്രസംഗിച്ചത് ദി പോയ്സൺ ഓഫ് ഇസ്ലാം, ഇസ്ലാം ദി പോയ്സൺ എന്നാണ്. ഇസ്ലാം എന്നത് ഏറ്റവും വലിയ വിഷമാണ്, അതിൻ്റെ വിഷബീജകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അദ്ദേഹം പ്രസംഗിച്ചു. പഠിച്ചു, ഈ ദീനിനെ പഠിച്ച അദ്ദേഹം കുറച്ച് കാലങ്ങൾക്ക് ശേഷം പരിശുദ്ധ ഇസ്ലാമിലേക്ക് വന്ന ചരിത്രവും നാം കണ്ടു. ഉംറക്ക് പോയി, മദീന സന്ദർശിച്ചു. അള്ളാഹുവിൻ്റെ ഹബീബായ റസൂലിൻ്റെ ആ ഒരു ഖബറിൻ്റെ അടുക്കൽ പോയി, പരിശുദ്ധ റസൂലിൻ്റെ മുമ്പിൽ പോയി അദ്ദേഹം സലാം പറഞ്ഞ് കരയുന്നൊരു രംഗം നമ്മുടെയൊക്കെ ചില ദൃഷ്ടികളിൽ ഓർമ്മയുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദീൻ അങ്ങനെയാണ്. അതിനെ വെറുത്ത് സംസാരിച്ചവരാണ് പലപ്പോഴും ഇതിൻ്റെ പ്രചാരകരായി മാറിയിട്ടുള്ളത്. അതാണ് ഖുർആൻ സൂറ ഈ ഒരു ഭാഗം, സൂറത്തു ജാസിയയുടെ ഈ ഭാഗത്തിൽ പറയുന്നത് സമഗ്രമാണ്, ഒരു കോംപ്രിഹെൻസീവാണ് ഈ മതം. ഈ മതത്തിൻ്റെ അനുയായികളോട് പ്രത്യേകം പറയുന്നത്, നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് അതിനെ പിന്തുടരാൻ പോകേണ്ടതില്ല. നിങ്ങൾക്ക് പറയപ്പെട്ടിരിക്കുന്നത് എന്താണോ അതിനെ മാത്രം അനുധാവനം ചെയ്ത് ജീവിക്കുക. ഫത്തബിഅഹാ വലാ തത്തബിഅ അഹ്വാ അല്ലദീന ലാ യഅലമൂൻ. നാം അതിൻ്റെ പിന്നാലെയാണ് പലപ്പോഴും സമയമില്ല എന്ന് പറഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുന്നത്. വിട്ടേക്കുക. കാരണം നിങ്ങളോട് അനുധാവനം ചെയ്യാൻ പറഞ്ഞത് കിതാബുല്ലാഹി വസുന്നത്തു നബിയിഹി, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഗ്രന്ഥവും അവൻ്റെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യയുമാണ്. ഇത് രണ്ടുമാണ് നമ്മുടെ വിജയത്തിൻ്റെ നിദാനങ്ങൾ. ഭീകരൻ അല്ലെങ്കിൽ ഏറ്റവും വലിയ സാമ്രാജ്യത്വ വിരുദ്ധൻ, ഏറ്റവും വലിയ വർഗീയവാദി എന്നൊക്കെ പറയുന്ന അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിജയർ മുഹൂർത്തമുണ്ട്. പരിശുദ്ധ മക്ക അല്ലെങ്കിൽ മക്കയുടെ ഫതഹ്, ഏറ്റവും വലിയ വിജയമുഹൂർത്തത്തിൽ നിൽക്കുന്ന ആ നബി
അദ്ദേഹവും തൻ്റെ സ്വഹാബികളും മക്കയിലേക്ക് കയറി വരുന്നത് വിനയാന്വിതനായിട്ടാണ്. തങ്ങൾ സഞ്ചരിച്ച ഒട്ടകത്തിൻ്റെ ശരീരഭാഗത്തേക്ക് തങ്ങളുടെ താടി മുട്ടി നിന്നിരുന്നു എന്ന് ഹദീസുകളിൽ കാണാൻ പറ്റും. ഏറ്റവും കുനിഞ്ഞ് വിനയാന്വിതനായി നിൽക്കുന്നു. പലരും വല്ലാതെ ഭീതിതപ്പെട്ടു, ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങൾ ആക്രമിക്കപ്പെടുമോ എന്ന് നിന്ന് ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ വിറച്ച് നിൽക്കുന്നത് ഹദീസുകളിൽ കാണാം. തറഉദു ഫറായിസുഹു, തൻ്റെ തോളല്ലിൻ്റെ ഭാഗം, തൻ്റെ ഇടുപ്പല്ലിൻ്റെ ഭാഗമെല്ലാം വിറച്ച് നിൽക്കുന്നൊരു മനുഷ്യനെ നോക്കി അന്ന് അവിടെ നിന്ന് പറയുന്നുണ്ട്, ഹൗവിൻ അലൈക്ക്, ഇന്നി ഞാൻ, നീ ഒന്ന് സമാധാനിക്ക്, അനബനും ഇംറഅത്തിൻ മിൻ ഖുറൈശിൻ തഅകുലുൽ ഖദീദ്, ഞാനുണ്ടല്ലോ ഒരു സാധുവായ മനുഷ്യനാണ്, അല്ലെങ്കിൽ ഒരു സാധുവായ സ്ത്രീയുടെ ഒരു സാധാ മനുഷ്യനാണ്, ആ സ്ത്രീയുടെ മകനാണ്. എൻ്റെ ഉമ്മ ഉണക്ക മാംസമെല്ലാം തിന്ന് ജീവിച്ചിരുന്ന സാധാ ഒരു പെണ്ണിൻ്റെ മകനാണ് ഞാൻ, നീ എന്തിനെന്നെ കണ്ടിങ്ങനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ് മനുഷ്യനെ സമാധാനിപ്പിക്കുന്ന പരിശുദ്ധ നബിയുടെ ചിത്രം ഫതഹ് മക്കയുടെ അന്ന് കാണാൻ പറ്റുമെന്ന് പരിശുദ്ധ ഹദീസുകളിൽ കാണാൻ പറ്റും. ഈ മതത്തെയാണ് വല്ലാതെ ഇങ്ങനെ നേരത്തെ പറയപ്പെട്ടതുപോലെ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നത്. നാം ഇപ്പോഴും അള്ളാഹുവിൻ്റെ ചില നിഅമത്തുകളെ ഓർക്കാറുണ്ട്. ഖുർആൻ എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ നിഅമത്താണ്. ആ നിഅമത്ത് കിട്ടിയ ആളുകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. പറയപ്പെട്ടതുപോലെ ഓരോ ഉമ്മമാരുടെയും മുഅല്ലിമമാരുടെയും പ്രൊഡക്റ്റുകളാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഈ കുഞ്ഞു കുട്ടികൾ. അതിൻ്റെ പിന്നിലുള്ള പരിശ്രമങ്ങൾ വലുതാണ്. ഖുർആൻ അത്ഭുതമാണ് ഓരോന്നും. ഖുർആൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ചാണ് നേരത്തെ ബഹുമാന്യനായ നമ്മുടെ CEO ഇർഷാദ് മുഅല്ലിം ഇവിടെ പറയപ്പെട്ട ഏറ്റവും വലിയ ഈ സ്ഥാപനത്തിൻ്റെ ഒരു നിധി എന്നുള്ളത് ഭിന്നശേഷിക്കാരായ ആളുകളെ ഖുർആൻ്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരികയും ആ ഒരു ഉന്നത നിധി രൂപത്തിൽ നിൽക്കുന്ന ഒരു കാഴ്ചപ്പാട് വിശദീകരിക്കുകയുണ്ടായി. നമുക്കറിയാം, പ്രമാണിമാരുടെ മുമ്പിലേക്ക് കടന്നു വന്ന ഒരു അന്ധനായ മനുഷ്യനുണ്ട്. പ്രമാണിമാരുമായി ചർച്ച നടക്കുന്ന റസൂലുള്ളാഹി തങ്ങളുടെ സദസ്സിലേക്ക് കയറി വന്ന ഒരു അന്ധനായ മനുഷ്യൻ, പിന്നെ ആകാമായിരുന്നില്ലേ ഈ വരവ് എന്ന് മനസ്സകം മന്ത്രിച്ചു. ആ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സകം മന്ത്രിച്ചതെന്താ? പിന്നെ ആകാമായിരുന്നില്ലേ എന്നാണ്. ഈ വരവ് ആ മനുഷ്യനൊന്നും കാണില്ല, കാരണം കണ്ണ് കാണില്ലല്ലോ, ഒന്നും അറിയുക പോലുമില്ല. ഉള്ളിൽ മന്ത്രിച്ച കാര്യം ആകാശമറിഞ്ഞു. ആകാശത്ത് നിന്ന് ദൂത് വന്നു. ജിബ്രീൽ എന്ന മാലാക്ക മുഖേന ദൂത് അള്ളാഹുവിൻ്റെ റസൂലിലേക്ക് വന്ന് ഒരാക്ഷേപ സ്വരത്തിൽ സംസാരിച്ചു. അബസവതവല്ല അൻജാഅഹുൽ അഅ്മ വമാ യുദ്രീക ലഅല്ലഹു യസ്സക്ക. ആ സംസാരം ആരും അറിയില്ല, പക്ഷേ പടച്ച റബ്ബ് കേട്ടു. ഭിന്നശേഷിക്കാരൻ്റെ കൂടെ അള്ളാഹു നിന്നു തൻ്റെ റസൂലിനെ തിരുത്തി. ഡോക്ടർ മോറിസ് ബുക്കൈൽ അദ്ദേഹം ഈ ഒരു സംഭവത്തെ വിവരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, പരിശുദ്ധ ഖുർആൻ സത്യസന്ധമായ നിലപാടുമായി മുന്നോട്ട് നിൽക്കും എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് സൂറത്ത് അബസ എന്നുള്ളത്. കാരണം അള്ളാഹുവിൻ്റെ ഹബീബായ റസൂലിനെ അള്ളാഹു തിരുത്തിയത് ലോകമറിയട്ടെ എന്ന രൂപത്തിൽ, റസൂലുള്ളാഹി തങ്ങളുടെ കൈകടത്തലുകൾക്ക് വിധേയമല്ലാത്ത രൂപത്തിൽ ലോകത്തിൻ്റെ മുമ്പിൽ അത് പ്രസിദ്ധപ്പെടുത്തിയ റസൂലുള്ളാഹി തങ്ങളുടെ നിലപാടുണ്ടല്ലോ, ഖുർആൻ ഹക്കാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഇത് മതി എന്ന് ഡോക്ടർ മോറിസ് ബുക്കൈൽ അദ്ദേഹം തൻ്റെ അനുഭവം എന്നതിലൂടെ വിവരിക്കുന്നുണ്ട്. ഇതാണ് ഖുർആൻ. എത്ര സത്യസന്ധമാണ് പലയിടത്തും. പെണ്ണ് ഇസ്ലാമിലെ ഏറ്റവും വലിയ വിവാദ നായികയാക്കി സ്ത്രീയെ ഇന്നിങ്ങനെ കാഴ്ച വസ്തുവാക്കുമ്പോൾ സ്ത്രീയാണ് ഏറ്റവും വലിയ ഉന്നതിയുള്ളവൾ എന്ന് പറയുന്ന മാതൃത്വത്തെ ഏറ്റവും മുമ്പിൽ വെക്കുന്ന ഖുർആൻ, വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. നീ വലിയ ഗർവുള്ളവനാകാം, നിന്റെ സ്ഥാനം വലിയതാകാം, നീ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയോ വലിയ രാജാവോ ഒക്കെ ആകാം, പക്ഷെ നിന്റെ മാതാവുണ്ടല്ലോ, ആ മാതൃത്വത്തിൻ്റെ മുമ്പിൽ നിന്റെ സകല ആ ഒരു ഗർവും അഴിച്ചു വെച്ച് നീ അവിടെ നിൽക്കണം, ആ കാലടിപ്പാടിൽ നീ തൊടണം, എന്നിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു വെച്ച മതമാണ് പരിശുദ്ധ ഇസ്ലാം. അതാണ് ഖുർആൻ.
ആ ഖുർആനാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ജീവിച്ചിരിക്കുന്ന ഖുർആനുകളാണ് ഈ കുരുന്നുകൾ. പ്രിയപ്പെട്ട എല്ലാവരോടും, മാതാപിതാക്കൾ, വേണ്ടപ്പെട്ടവർ, പറയപ്പെട്ടതുപോലെ ഖുർആൻ്റെ മാതൃകയിൽ ആ ഒരു മാർഗത്തിൽ നമ്മുടെ മക്കളെ നയിക്കാൻ, അവർക്ക് റോൾ മോഡലായി മുമ്പിൽ നിൽക്കാൻ അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ കുരുന്നുകൾക്കും ഇതിലേക്ക് ഇവരെ തയ്യാറാക്കി വിട്ട മാതാപിതാക്കൾക്കും വേണ്ടപ്പെട്ടവർക്കും അവരെ അതിനായി എല്ലാ നേരത്തിലും അവർക്ക് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന അവരുടെ അധ്യാപികമാർക്കും അതിനെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന അതിൻ്റെ മാനേജ്മെൻറ്റ് കമ്മിറ്റി അംഗങ്ങൾക്കും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും നേർന്നുകൊണ്ട് റബ്ബിൻ്റെ കൃപ, അവൻ്റെ ആ ഒരു തൃപ്തി മാത്രം ലഭ്യമാക്കുന്ന രൂപത്തിൽ നമ്മളുടെ നെയ്യത്തുകൾ നന്നാക്കണേ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.